സകല അധികാര സമവാക്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേൽ ഇന്റലിജൻസ് കോട്ടകളുടെയും തലപൊക്കുന്ന ഒരു ചോദ്യമുണ്ട്. എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇറാന്റെ നെഞ്ചിലേക്ക് വിജയക്കൊടി നാട്ടാൻ തങ്ങൾക്ക് കഴിയാത്തതെന്ന്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ അഗ്നിവർഷം ചൊരിഞ്ഞപ്പോൾ, പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇല്ലാതായപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അന്ത്യകുദാശ കുറിച്ചെന്ന് ഉറപ്പിച്ചവരുണ്ട്. ശത്രുവിന്റെ കണക്കുകൂട്ടലുകളിൽ ഇറാൻ വീണു കഴിഞ്ഞിരുന്നു. എന്നാൽ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ സൈനിക ശേഷിയുടെയും ഭരണകൂടത്തിന്റെയും കരുത്തിൽ ഇറാൻ എന്നും തലയുയർത്തി നിൽക്കുകയാണ്. കാരണം വ്യക്തമാണ്. ആരും കാണാത്ത, ശത്രുക്കൾക്ക് തൊടാനാകാത്ത ഒന്നിലധികം സുരക്ഷാ കവചങ്ങളാൽ ഇറാൻ ഇന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആഗോള ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ നിഷ്പ്രഭമാക്കുന്ന കാസ്പിയൻ കടലിലെ നിഴൽ കപ്പൽപ്പടയും ലോകമഹാശക്തിയായ റഷ്യയുമായി കൈകോർത്തുള്ള അദൃശ്യ സൈനിക സഖ്യങ്ങളും പരാജയം സമ്മതിക്കാത്ത രാഷ്ട്രീയ സഹിഷ്ണുതയും ചേർന്ന് ഇറാനെ ഒരു അജയ്യ ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. പരമ്പരാഗത യുദ്ധമുറകളെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകമഹാശക്തികൾക്ക് മുമ്പിൽ ഇറാനെ ഒരു തീരാനഷ്ട സ്വപ്നമായി നിലനിർത്തുന്ന ആ അണിയറ കഥകളുടെയും പ്രതിരോധ കോട്ടകളുടെയും യഥാർത്ഥ രഹസ്യം ഇവിടെ തുടങ്ങുകയാണ്. ഹോർമൂസ് കടലിടുക്കാണ് ഇറാന്റെ പ്രധാന തന്ത്രപ്രധാന ആയുധമെന്ന് ലോകം കരുതുമ്പോൾ, ശത്രുക്കൾക്ക് തൊടാനാകാത്ത വടക്കൻ മേഖലയിലെ കാസ്പിയൻ കടലാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ രക്ഷാ കവചമായി വർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഉൾനാടൻ ജലാശയം റഷ്യ, ഇറാൻ, അസർബൈജാൻ, തുർക്കമെനിസ്ഥാൻ, കസഖിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. കരിങ്കടലോ മെഡിറ്ററേനിയൻ കടലോ പോലെ അന്താരാഷ്ട്ര നാവിക നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു പ്രത്യേക പദവിയാണ് കാസ്പിയൻ കടലിനുള്ളത്. 2018 ഇവിടുത്തെ തീരദേശ രാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ പ്രകാരം ഈ മേഖലയിൽ ബാഹ്യശക്തികളുടെയോ അമേരിക്കയുടെയോ നാവിക സാന്നിധ്യം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. തൽഫലമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സുരക്ഷിത താവളമായി ഈ ജലാശയം മാറുകയും ഇത് റഷ്യക്കും ഇറാനും തങ്ങളുടെ രഹസ്യ വ്യാപാരങ്ങൾ സുഗമമായി നടത്താനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. പാശ്ചാത്യ ശക്തികളുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയും ഇറാനും ചേർന്ന് കാസ്പിയൻ കടൽ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഇരുണ്ട വ്യാപാര ശൃംഖലയാണ് അമേരിക്കയുടെ എല്ലാ തന്ത്രങ്ങളെയും തകിടം മറിക്കുന്നത്. ഏകദേശം $20 ബില്യൺ നിക്ഷേപത്തോടെ വോൾഗ, ഡോൺ നദികളെയും കനാൽ സംവിധാനങ്ങളെയും ബന്ധിപ്പിച്ച് ഇവർ വികസിപ്പിച്ചെടുത്ത വടക്ക് തെക്ക് വ്യാപാര ഇടനാഴി ഉപരോധങ്ങളെ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നതാണ്. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ തങ്ങളുടെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫാക്കിയും സാറ്റലൈറ്റുകളെ പറ്റിക്കാൻ വ്യാജ ലൊക്കേഷൻ സിഗ്നലുകൾ നൽകിയും ഡാർക്ക് പോർട്ട് കോളുകൾ നടത്തുന്നു. പനാമയോ സിംഗപ്പൂരോ പോലുള്ള വിദേശ രാജ്യങ്ങളുടെ വ്യാജ പതാകകൾക്ക് കീഴിലും അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ വെച്ച് കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് ചരക്കുകൾ മാറ്റിയും ഇവർ നടത്തുന്ന നിഴൽ വ്യാപാരം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അമേരിക്കൻ ഇന്റലിജൻസിന് പോലും സാധിക്കുന്നില്ല. ഈ നിഴൽ പാതയിലൂടെ നടക്കുന്ന ആയുധ സാമ്പത്തിക കൈമാറ്റങ്ങളും ഇറാന്റെ യുദ്ധശേഷി നിലനിർത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാൻ തങ്ങളുടെ അത്യാധുനിക ഷാഹേദ് 136 കാമിക്കേസ ഡ്രോണുകൾ റഷ്യക്ക് നൽകുകയും പകരമായി റഷ്യയിൽ നിന്ന് Su-35 യുദ്ധവിമാനങ്ങൾ, Mi-28 ആക്രമണ ഹെലികോപ്റ്ററുകൾ, Yak-130 പരിശീലന വിമാനങ്ങൾ എന്നിവ വാങ്ങി തങ്ങളുടെ വ്യോമസേനയെ നവീകരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഷ്യ ഇറാനിൽ എത്തിക്കുന്നത് ഇതേ കാസ്പിയൻ പാത വഴിയാണ്. പട്ടിണിയും സാമ്പത്തിക തകർച്ചയും ഒഴിവാക്കാൻ റഷ്യയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ടൺ ധാന്യങ്ങളാണ് ഇറാൻ ഇറക്കുമതി ചെയ്യുന്നത്. പരസ്പരം സഹായിക്കുന്ന ഈ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ നിഴൽ കപ്പൽപ്പട ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെയും സൈന്യത്തെയും തകരാതെ കാത്തു സൂക്ഷിക്കുന്നു. ഇറാന്റെ ഈ പ്രതിരോധ കോട്ട തകർക്കാൻ അമേരിക്കക്ക് മുന്നിലുള്ള സൈനിക ഓപ്ഷനുകൾ കടുത്ത അപകട സാധ്യതകൾ നിറഞ്ഞതാണ്. കാസ്പിയൻ തുറമുഖങ്ങളെ ഇറാന്റെ ഉൾപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ റോഡ് ശൃംഖലകളുമായി അല്ലെങ്കിൽ ബന്ദർ അൻസാലി പോലുള്ള തുറമുഖങ്ങളായോ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നതാണ് ഒരു വഴി. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ അവിടെയുള്ള റഷ്യൻ കപ്പലുകൾക്കോ ഉദ്യോഗസ്ഥർക്കോ പരിക്കേൽപ്പിച്ചാൽ അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കും. കൂടാതെ ഇറാന്റെ വടക്കൻ മേഖലകളിൽ യുദ്ധം നടത്തണമെങ്കിൽ അമേരിക്കക്ക് പൂർണ്ണമായ വ്യോമ മേധാവിത്വം ആവശ്യമാണ്. എന്നാൽ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇറാന് കഴിയുമെന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ F-15 വിമാനം തകർക്കപ്പെട്ട സംഭവത്തിലൂടെ വ്യക്തമായതുമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രതിരോധ ഇടനാഴിയെ നേരിട്ട് ആക്രമിക്കാൻ മുതിർന്നാൽ അത് റഷ്യയുമായുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തുറക്കുമെന്ന ഭയം അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്നോട്ട് വലിപ്പിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഹോർമൂസ് കടലിടുക്കിലെ അലയൊലികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആഗോള കണ്ണുകളെ ഇരുട്ടിലാക്കി കാസ്പിയൻ കടലിലൂടെ ഇറാൻ വെട്ടിത്തുറക്കുന്ന ഈ നിഴൽപാത ലോകമഹാശക്തികൾക്ക് മുമ്പിൽ ഇന്നും തകർക്കാനാകാത്ത ഒരു സമസ്യയായി അമേരിക്കയുടെ തീരാനഷ്ട സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നതിൽ തർക്കമില്ല. മാത്രമല്ല, ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഇറാന്റെ തന്ത്രങ്ങൾ എന്നതാണ് മറ്റൊരു വസ്തുത. ലോകത്തിന് മുമ്പിൽ അവർ തുറന്നു കാട്ടിയത് വെറുമൊരു സാമ്പിൾ മാത്രമാണ്. ഇനിയും ആരും പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം വമ്പൻ സർപ്രൈസുകളാണ് ഇറാന്റെ ആയുധപ്പുരയിലും തന്ത്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പ്രവചിക്കാൻ പാശ്ചാത്യ ഇന്റലിജൻസുകൾക്ക് പോലും കഴിയില്ല. എത്രയൊക്കെ മുകളിൽ ഇരിക്കുന്നവനാണെങ്കിലും
തങ്ങളെ തകർക്കുവാൻ വരുന്നവരെ ഒരു നിമിഷം കൊണ്ട് വലിച്ചു താഴെയിറക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അദൃശ്യമായ പടകളും സഖ്യങ്ങളും ഇറാൻ ഇതിനോടകം തന്നെ പടുത്തുയർത്തി കഴിഞ്ഞു. ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ അമേരിക്കയ്ക്കും അതിലുപരി ഇറാന്റെ പൂർണ്ണമായ തകർച്ച മാത്രം സ്വപ്നം കണ്ട് കരുക്കൾ നീക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അത് നന്നായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. വൻശക്തികളുടെ അഹങ്കാരങ്ങളെ കടമുടക്കാൻ ശേഷിയുള്ള ഏത് അപ്രതീക്ഷിത നീക്കവുമായാണ് ഇറാൻ അടുത്തതായി വരിക എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.